വെൽക്കം ടു റസിയാസ് കിച്ചൺ. നമുക്ക് വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള വെള്ളപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 3 ഗ്ലാസ് പച്ചരി കഴുകി 4 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ 3 ടേബിൾ സ്പൂൺ ചോറും എടുത്തിട്ടുണ്ട്. ഒരു 9 പപ്പടും വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കത് ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം. ഇതിപ്പോൾ അധികം അരി ഉള്ളതുകൊണ്ടാണ് ഞാനത് ഗ്രൈൻഡറിൽ അരയ്ക്കുന്നത്. ഇനി നമുക്ക് ഗ്രൈൻഡറിലേക്ക് അരിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഗ്രൈൻഡർ ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് നരഞ്ഞു തുടങ്ങിയതിലേക്ക് ചോറും നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള പപ്പടും ഇട്ട് കൊടുക്കാം. ഈ അരി ഏകദേശം ഒരു 3/4 കിലോ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാന്നുണ്ടെങ്കിൽ നമ്മളത് ഒന്നിച്ച് അരച്ചെടുത്താൽ അതിൽ നിന്ന് പകുതി നമുക്ക് മുട്ടപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു മാവ് കൊണ്ട് തന്നെ നമുക്ക് 2 പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. വെള്ളപ്പത്തിൻ്റെ മാവ് നല്ല പേസ്റ്റ് പോലെ അരയണം കേട്ടോ, എന്നാലേ വെള്ളപ്പം നല്ല സോഫ്റ്റ് ആവുള്ളൂ. ഇപ്പം മാവൊക്കെ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഗ്രൈൻഡറിൽ നിന്ന് മാറ്റാം. ഗ്രൈൻഡറിൽ നിന്ന് ഞാൻ മാവ് മുഴുവൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ നിന്ന് പകുതി മാവ് മുട്ടപ്പത്തിരിക്ക് വേണ്ടി മാറ്റി വയ്ക്കാം, ബാക്കി പകുതി മാവ് പൊങ്ങാൻ വേണ്ടി വയ്ക്കാം. അപ്പം അങ്ങനെ 8 മണിക്കൂർ പൊങ്ങാൻ വേണ്ടി വെച്ച മാവാണിത്. നന്നായി പൊന്തി വന്നിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അപ്പസോഡയും 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. അപ്പോൾ നല്ല കട്ടി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഗ്രൈൻഡർ കഴുകിയെടുത്തപ്പോൾ അതിൽ കുറച്ച് മാവൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ വെള്ളം ഞാൻ മാറ്റി വെച്ചിരുന്നു. ആ വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ മുഴുവൻ മാവും നമ്മൾ വെള്ളപ്പത്തിന് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഗ്രീഡിയൻസിൽ കൊടുത്തിട്ടുള്ള ആ അളവ് തന്നെ ഉപ്പും അപ്പസോഡയും ചേർക്കണം കേട്ടോ. അപ്പോൾ മാവിൻ്റെ കട്ടിയൊക്കെ നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വെള്ളപ്പം ചുട്ടെടുക്കാം. വെള്ളപ്പം ചുടാൻ വേണ്ടി ഞാനൊരു അപ്പച്ചട്ടി വെച്ചത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു കയ്യിൽ മാവ് വെച്ചൊന്ന് പരത്തിയെടുക്കാം. ശേഷം നമുക്കത് മൂടി വയ്ക്കാം. നിങ്ങൾക്ക് നല്ല ക്രിസ്പിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സൈഡൊക്കെ ഒന്ന് മൊരിയുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ആ ഒരു വൈറ്റ് കളറിൽ തന്നെ നമുക്ക് എടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. സൈഡ് കുറച്ച് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് പാനിൽ നിന്ന് മാറ്റാം. മുട്ടപ്പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കി വെള്ളപ്പം കൂടി ചുട്ടെടുക്കാം. അപ്പം നമ്മൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ വെള്ളപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ റസിയാസ് കിച്ചൺ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്